My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയോളജി എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ സൾഫർ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 11 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഈ 12ാം ഭാഗത്തോടുകൂടി ആ അധ്യായം അവസാനിക്കുകയാണ്. സൾഫറിനെ കുറിച്ച് വളരെ സുദീർഘമായ ഒരു അധ്യായമാണ്. അത് ചില പർട്ടിക്കുലേഴ്സ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് അതാണ് പൂർണ്ണമായും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത്ര ഉപയോഗപ്രദമായിട്ട് തോന്നിയില്ലെങ്കിലും പിന്നീട് പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ സൾഫർ നിങ്ങളുടെ കയ്യിൽ ഒരു വജ്രായുധം പോലെ ശക്തമായിരിക്കും. പ്രാക്ടീസിൽ ഇതിൻ്റെ മഹത്വം നിങ്ങൾക്ക് വെളിപ്പെടും. അതുകൊണ്ടാണ് അല്പം നീട്ടിയാണെങ്കിലും ഞാൻ 12 എപ്പിസോഡുകളിലായി ഇത് തീർക്കാമെന്ന് വിചാരിച്ചത്. ഈ അവസാന ഭാഗത്ത് വളരെ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ചില സെപ്റ്റിക് കണ്ടീഷൻസ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. സൾഫർ ഇസ് സ്യൂട്ടബിൾ ഇൻ സർജിക്കൽ ഫീവർ വെൻ ഇറ്റ് ടേക്സ് ദിസ് ഫോം ഓഫ് ഫ്ലാഷസ് ഓഫ് ഹീറ്റ് ആൻഡ് സ്റ്റീമിങ് സ്വെറ്റ്. അപ്പോൾ സർജിക്കൽ ഫീവർ, പനി, സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന പനി, അണുബാധയോ മറ്റോ തുടർന്ന് ഉണ്ടാകുന്ന പനി. അപ്പോൾ ഇന്നിപ്പോൾ അത്തരം അവസ്ഥകൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി തന്നെ. പക്ഷേ സർജറി കഴിഞ്ഞാൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് മൂലം പല മരണങ്ങളുള്ളതായിട്ട് എനിക്കറിയാം. അത്തരം കണ്ടീഷനിൽ സൾഫർ ജീവൻ രക്ഷാ ഔഷധമാണ്. അപ്പോൾ അതിൻ്റെ പെക്യുലർ കണ്ടീഷൻ എങ്ങനെയാണ്? വെൻ ഇറ്റ് ടേക്സ് ഫോം ഓഫ് ഫ്ലാഷസ് ഓഫ് ഹീറ്റ് ആൻഡ് സ്റ്റീമിങ് സ്വെറ്റ്. ചൂടിൻ്റെ ഇങ്ങനെ ഫ്ലാഷസ്, അത് സൾഫറിൻ്റെ ഒരു ലക്ഷണമാണല്ലോ. വല്ലാതെ ആവി എന്ന് പറയുന്നത് സ്റ്റീമിങ്, ഭയങ്കര ഉഷ്ണവും ആവി കൊള്ളുന്ന പോലുള്ള ആവിക്കുളി നടത്തുന്നത്. നമ്മൾ ആവി കുളിയിൽ സ്റ്റീം ബാത്തൊക്കെ ചെയ്യില്ലേ, അങ്ങനെ ഉണ്ടാകുന്ന പോലുള്ള വല്ലാതെയുള്ള വിയർപ്പ്. ആ അവസ്ഥകളോട് കൂടിയ സർജിക്കൽ ഫീവറിൽ സൾഫർ ഒരു ജീവൻ രക്ഷാ ഔഷധമാണ്. In those deep-seated septic states, somewhere from beginning to end, sulfur will most likely be wanted. വളരെ ഡീപ് സീറ്റഡ് ആയിട്ടുള്ള സർജിക്കൽ കണ്ടീഷനിൽ അതിൻ്റെ സംവേർ ഫ്രം ബിഗിനിങ് ടു എൻഡ്, തുടക്കം മുതൽ അവസാനം വരെ, എല്ലാ സ്റ്റേജിലും സൾഫർ മോസ്റ്റ് ലൈക്ലി ഏറ്റവും അധികം ആവശ്യമായി വരുന്ന ഔഷധം സൾഫറാണ്. യു മേ സീ ഇൻ ദ ഏർലിയർ സ്റ്റേറ്റ്സ് ഓഫ് ദ സെപ്റ്റിക് സ്റ്റേറ്റ് എ നമ്പർ ഓഫ് ബ്രയോണിയ സിംറ്റംസ്, ബട്ട് ബ്രയോണിയ കനോട്ട് ടേക്ക് ഹോൾഡ് ഓഫ് ദ കേസ്. അപ്പോൾ ഒരു സെപ്റ്റിക് സ്റ്റേറ്റിൻ്റെ തുടക്കത്തിൽ കുറേ സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ അത് ബ്രയോണിയാണെന്ന് തോന്നാം, ബ്രയോണിയുടെ അവസ്ഥ കാണും. പക്ഷേ അതിന് മൊത്തത്തിൽ ആ അവസ്ഥയെ കവർ ചെയ്യാനും ഹീൽ ചെയ്യാനും ബ്രയോണിക്ക് പറ്റില്ല. റിമെമ്പർ ദാറ്റ് ഇൻ എ സെപ്റ്റിക് സ്റ്റേറ്റ് യു വാണ്ട് ടു ഗെറ്റ് അഹെഡ് ഓഫ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് 24 hours. യു ഡു നോട്ട് വാണ്ട് ടു ലെറ്റ് ഇറ്റ് റൺ ഓൺ. And if bryonia has already mitigated in its beginning, when it is too late for sulfur. അപ്പോൾ ഈ സെപ്റ്റിക് കണ്ടീഷനിൽ അധികം മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പറ്റില്ല, അത് ജീവന് ഭീഷണിയാവും. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ചുരുക്കം സിംറ്റംസ് വെച്ചുകൊണ്ട് അത് ബ്രയോണിയാണെന്ന് കരുതി കൊടുത്താൽ അത് ആ കേസിനെ നശിപ്പിച്ച് കളയും. ദാറ്റ് വിൽ മിറ്റിഗേറ്റ് ദ കേസ് എന്ന് പറയുന്നത്. ആ കേസിനെ താറുമാറായി കളയും. പിന്നീട് ഒരു ഹീലിങ്ങിലേക്ക് പോകാൻ പ്രയാസമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ കേസിനെ സമഗ്രമായി പഠിക്കുക. ഏതാനും സൂപ്പർഫ്ലൂവസ് സിംറ്റംസ് മാത്രം വെച്ചുകൊണ്ട് ബ്രയോണിയോ അങ്ങനെയുള്ള റെമഡീസിലേക്ക് പോകാതിരിക്കുക. സൾഫർ വേണ്ടി വന്നാൽ സൾഫർ കൊടുക്കുക. സൾഫർ വളരെ ഡീപ്പ് ആക്ടിങ് ആണ്. സൾഫർ ഒരു ജീവൻ രക്ഷാ ഔഷധം കൂടിയാണ്. ബ്രയോണിയ കൊടുത്ത് മിറ്റിഗേറ്റ് ചെയ്താൽ ലേറ്റായി പോകും. ഇറ്റ്സ് ടു ലേറ്റ് ഫോർ സൾഫർ. സോ പിന്നീട് സൾഫർ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കെൻറ്റ് കെൻറ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ഗോ ടു സൾഫർ അറ്റ് വൺസ്. ഉടനടി. അതൊരു അക്യൂട്ട് കണ്ടീഷനാണെന്ന് കരുതി മാറി നിൽക്കരുത്. ഗോ ടു സൾഫർ അറ്റ് വൺസ്. നൗ അനദർ തിങ്, ഈവൻ ഇഫ് യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഇൻ ഗിവിംഗ് സൾഫർ ആൻഡ് യു ഫൈൻഡ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഹോൾഡ് ഓഫ് ദ കേസ്, ഇറ്റ് ഓൾവേസ് സിംപ്ലിഫൈസ് ഇറ്റ്, ഡസ് ഗുഡ് ആൻഡ് നെവർ സ്പോയിൽസ് ഇറ്റ്. ഇനി സൾഫർ കൊടുത്തത് തെറ്റായ അസ്ഥാനത്തായി പോയി, സൾഫർ ആയിരുന്നില്ല എങ്കിലും
ബ്രയോണിയ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അബദ്ധം സംഭവിക്കില്ല. കേസ് മിറ്റിഗേറ്ററായി പോകില്ല. സൾഫർ കൊടുത്ത് അനുയോജ്യമല്ലെങ്കിൽ പോലും അത് ദോഷം ചെയ്യില്ല. അത് ആ കേസിനെ സിംപ്ലിഫൈ ചെയ്യുക മാത്രമേ ഉള്ളൂ. കേസ് കൂടുതൽ ലളിതമായി തീരും. നിങ്ങൾക്കൊരു കൂടുതൽ കൃത്യമായൊരു ഔഷധം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇറ്റ് ഗിവ്സ് യു എ ഗുഡ് ബേസിസ് ടു ബിഗിൻ ഓൺ. കേട്ടോ, അങ്ങനെ ഒരു തെറ്റായ രീതിയിലാണ് സൾഫർ കൊടുത്തതെങ്കിൽ പോലും അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് പുതിയ തുടക്കം കുറിക്കാനുള്ള ഒരു നല്ലൊരു അടിത്തറയായിരിക്കും. ആ സൾഫർ അനുയോജ്യമല്ലെങ്കിലും സൾഫർ എന്ന് പറയുന്ന അടിത്തറയിൽ നിങ്ങൾക്കൊരു തുടക്കമിടാൻ പറ്റും. 24 മണിക്കൂറിനൊക്കകം ആ കേസിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും, സെപ്റ്റിക് കണ്ടീഷനെ. അപ്പോൾ തെറ്റായ ഒരു രീതിയിലാണ് സൾഫർ കൊടുക്കുന്നതെങ്കിൽ പോലും നല്ലൊരു അടിത്തറയായിരിക്കും. രോഗിയുടെ ജീവന് ഭീഷണി ഉണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ കൃത്യമായ ഔഷധം നിങ്ങൾ കണ്ടെത്തി കൊടുക്കാനുള്ളത് സാവകാശവും ഒരു സേഫ്റ്റി സോണും നിങ്ങൾക്ക് ലഭിക്കും. ഇറ്റ് ഗോസ് ടു ദ ബോട്ടം ആൻഡ് സിംപ്ലിഫൈസ് ദ മാറ്റർ. ആൻഡ് ഇഫ് യു ഹാവ് internal and nervous symptoms left, still you have overcome that violent septic stage, which must be met at once, and the remaining symptoms in many instances are simple. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ അനുയോജ്യം അല്ലെങ്കിൽ പോലും ഇൻറ്റേർണൽ നെർവസ് സിംറ്റംസ് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വയലൻറ്റ് സെപ്റ്റിക് സ്റ്റേറ്റിനെ നിങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ടാകും. ആ സെപ്റ്റിക് സ്റ്റേറ്റിൻ്റെ ഒരു മാരകമായ അവസ്ഥയെ നിങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ടാകും. ഇനി ബാക്കി വരുന്ന സിംറ്റംസ് പലപ്പോഴും ലളിതമായിരിക്കും. ഒരു സെപ്റ്റിക് കണ്ടീഷനിൽ ഒരു എന്താ സർജിക്കൽ ഫീവർ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ആഴത്തിലുള്ളൊരു മുറിവ് ഒരു സർജറി പിന്നീടുണ്ടാകുന്ന ഒരു സെപ്റ്റിക് കണ്ടീഷനിലും സൾഫറിൻ്റെ പൂർണ്ണമായ സൂചന ഇല്ലെങ്കിൽ പോലും ഒരു ഡോസ് സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യും. അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് അവസ്ഥ ഒരു മാരകമായ അവസ്ഥയെ മാറും. നിങ്ങൾക്ക് പിന്നീട് അതിനെ കൂടുതൽ ലളിതമായിട്ട് ആ അവസ്ഥയെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സൾഫർ ഇസ് എ ജനറൽ റെമഡി ടു ബിഗിൻ വിത്ത് ഇൻ ദോസ് കേസസ് വേർ ദ സിംപ്റ്റംസ് ആർ നോട്ട് പെർഫെക്റ്റ്ലി ക്ലിയർ ഫോർ അഡ്ലം. സിംപ്റ്റംസ് നേരത്തെ പറഞ്ഞപ്പോൾ സിംപ്റ്റംസ് ക്ലിയർ അല്ലാത്ത ഒരു ക്ലൗഡി സിംപ്റ്റംസ് ആണ്. ഒരു മേഘത്തിനിടയിലൂടെ അല്ലെങ്കിൽ ഒരു പുകപടലത്തിനിടയിലൂടെ കാണുന്ന പോലെയാണ് സിംപ്റ്റംസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഏതവസ്ഥയിലും സൾഫർ കൊടുക്കാം എന്നതുപോലെ ഇവിടെയും ഒരു ജനറൽ റെമഡിയാണ് തുടക്കത്തിന്. സെപ്റ്റിക് കണ്ടീഷനിലും തുടക്കത്തിന് നല്ലൊരു തുടക്കമിടാൻ സൾഫർ അനുയോജ്യമാണ്. ദിസ് റെമഡി ഈസ് ഫുൾ ഓഫ് ഡിഫിക്കൽട്ട് ബ്രീത്തിങ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഫ്രം വെരി ലിറ്റിൽ എക്സേർഷൻ, കോപ്പിയസ് സ്വെറ്റ്, സോ എക്സോസ്റ്റ്, asthmatic breathing and much rattling in the chest. ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ഒരുപാടുണ്ട്. ചെസ്റ്റിലെ റാറ്റ്ലിങ്, കോപ്പിയസ് സ്വെറ്റ്, വല്ലാതെ എക്സോസ്റ്റായ അവസ്ഥ, ആസ്മാറ്റിക് ബ്രീത്തിങ് ഒക്കെ ഇത് വരുന്നുണ്ട്. എവറി ടൈം ഹി ഗെറ്റ്സ് കോൾഡ് ഇറ്റ് സെറ്റിൽസ് ഇൻ ദ ചെസ്റ്റ് ഓൺ ഇൻ ദ നോസ്. അപ്പോൾ എപ്പോൾ തണുപ്പടിച്ചാലും അത് ചെസ്റ്റിലെ നോസിലൊക്കെ പോയി സെറ്റിൽ ചെയ്യും. അത് സൾഫറിൻ്റെ പ്രശ്നം. In both these instances, the catarrh state hangs on and holds a long time. It seems never to be finished. Always remains as a catarrh stage. അപ്പോൾ ഈ രണ്ടവസ്ഥയിലും ചെസ്റ്റിലോ നോസിലോ സെറ്റിൽ ചെയ്യുന്ന അവസ്ഥയിലും ഒരു കാറ്ററൽ സ്റ്റേറ്റ് അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അത് ദീർഘകാലം നിലനിൽക്കുന്നു, ഒരിക്കലും തീരില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ സൾഫർ കവർ ചെയ്യും. എവറി കോൾഡ് ഹി ടേക്സ് എൻസ് ഇൻ ആസ്മ. എപ്പോൾ തണുപ്പടിച്ചാലും അത് ആസ്മയിൽ പോയി അവസാനിക്കും. കോൾസ് ഫോർ ഡൽക്കമറ ബട്ട് വെരി ഓഫൺ. അപ്പോൾ എപ്പോൾ തണുപ്പടിച്ച് ആസ്മയിൽ പോയി അവസാനിക്കുന്ന ഒരു അവസ്ഥ ഡൽക്കമറയിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് വെരി ഓഫൺ ദ ഫാഗ് എൻഡ് ഓഫ് ഇറ്റ് ദാറ്റ് അറ്റാക്സ് വിൽ റിമെയിൻ ആൻഡ് ദ ഫിസിഷ്യൻ ഹാസ് ടു ഗിവ് എ ഡീപ് ആക്ടിംഗ് റെമഡി. അപ്പോൾ സാധാരണഗതിയിൽ തണുപ്പടിച്ചുണ്ടാകുന്ന ആസ്മയ്ക്ക് ഡൽക്കമറയാണ് അനുയോജ്യ ഔഷധം. പക്ഷേ അതിൻ്റെ ഒരു ഫാഗൻഡ്, അതിൻ്റെ ഒരു ക്ലിയർ എൻഡ് അല്ല, ഒരു ഫാഗൻഡാണ്. ഒരു തീരാത്ത രീതിയിലാണ് നിൽക്കുന്നു. അപ്പോൾ തീരുന്നില്ല, അവസാനിക്കുന്നില്ല. അപ്പോൾ ഒരവസ്ഥയിൽ ഒരു ഡീപ്പർ റെമഡി വേണ്ടി വരും. അപ്പോൾ അത്തരം അവസ്ഥകളിൽ സൾഫർ വന്നേക്കാം. ആഫ്റ്റർ ഡൽക്കമറ ഹാസ് ഡൺ ഓൾ ഇറ്റ് ക്യാൻ ഡു, സൾഫർ കംസ് ഇൻ ആസ് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി റെമഡി.
ഡൾക്കമറയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. എപ്പോൾ തണുപ്പിടിച്ചാലും ആസം വരുന്നു. അത് ഡൾക്കമറയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു പരിമിതിയുണ്ട്. ഡൾക്കമറ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. കാര്യമില്ലെങ്കിൽ വീണ്ടും ഒരു ലൂമിങ് ത്രട്ടുണ്ട്. അപ്പോൾ സൾഫർ അതിൻ്റെ പങ്ക് നിർവഹിക്കും. കൽക്കേറിയ കാർബ് ഹാസ് എ സിമിലർ റിലേഷൻഷിപ്പ് വിത്ത് ഡൾക്കമറ. അപ്പോൾ വിലപ്പെട്ട ചില അറിവുകൾ കിട്ടി. ഡൾക്കമറയുമായിട്ട് സൾഫർ ബന്ധമുള്ള പോലെ കൽക്കേറിയ കാർബൺ ബന്ധമുണ്ട്. അപ്പോൾ ഡൾക്കമറ കൊണ്ട് തീരാത്ത പണി സൾഫറോ കൽക്കേറിയ കാർബോ തീർക്കും. ദ നോസ്, ദ ഇന്നർ ചെസ്റ്റ് ആൻഡ് ലങ്സ് ഫർണിഷസ് ലൊക്കാലിറ്റീസ് ഫോർ മച്ച് ട്രബിൾ. ലോക്കൽ സിംറ്റംസിൻ്റെ കാര്യത്തിൽ നോസ്, ഇന്നർ ചെസ്റ്റ്, ലങ്സിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. ദ പേഷ്യൻ്റ് ഹാസ് ഹാഡ് ന്യൂമോണിയ ആൻഡ് ഇറ്റ് ഹാസ് ഗോൺ ടു ദ പീരീഡ് ഓഫ് ഇൻഫിൽട്രേഷൻ. യു ഹാവ് ടേക്കൻ ദ കേസ് ഇൻ ദിസ് അഡ്വാൻസ് സ്റ്റേജ് after bryonia has overcome the threatening features. And now when the patient should rally, he does not rally. He perspires all over, is tired, and has a strange and singular consciousness that there is something wrong in there. A load in chest, difficult breathing, flashes of heat and yet not much fever. Sometimes coldness alternating with flashes of heat. ഈ ന്യൂമോണിയയുടെ കണ്ടീഷനിൽ ഇൻഫിൽട്രേഷൻ്റെ അവസ്ഥയിലേക്ക് പേഷ്യൻ്റ് എത്തി. അഡ്വാൻസ് സ്റ്റേജാണ്. ബ്രയോണിയ, ആ ഒരു ആദ്യത്തെ ഒരു കണ്ടീഷന് ബ്രയോണിയ മാനേജ് ചെയ്തു. നേരത്തെ ഡൾക്കമറയിൽ പറഞ്ഞ പോലെ ഇവിടെ ന്യൂമോണിയയിൽ ബ്രയോണിക്ക് ചെയ്യാനുള്ള ചെയ്തു, ഇനി ബ്രയോണിക്കൊന്നും ചെയ്യാനില്ല. ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് അയാളുടെ ഒരു സൗഖ്യം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ആകെ ശരീരം മുഴുവൻ വിയർക്കുന്നുണ്ട്. ഒരു 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 വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ബോധം അയാളുടെ മനസ്സിലെന്താ, എന്തോ ഒന്ന് ബാക്കി നിൽക്കുന്നു, എന്തോ ഒരു കുഴപ്പം ബാക്കി നിൽക്കുന്നു. ദർ ഇസ് സംതിങ് റോങ് ഇൻ ദർ, എ ലോഡ് ഇൻ ദർ. എന്തോ ഒരു ഭാരം താങ്ങി നിൽക്കുന്നു. ഡോക്ടർ എന്തോ ഒന്നുണ്ട്, എന്തോ ഒരു ഭാരം നിൽക്കുന്നു എന്നൊരു ഒരു ഒരു തോന്നൽ ഈ ന്യൂമോണിയ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സൾഫറിനെ കുറിച്ച് ചിന്തിക്കാം. ഫ്ലാഷസ് ഓഫ് ഹീറ്റ്, അന്ന് അധികം പനിയില്ല, സൾഫറിൻ്റെതായ ഒരു ഫ്ലാഷസ് ഓഫ് ഹീറ്റ് ഉണ്ട്. സംടൈംസ് കോൾഡ്നെസ് ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഫ്ലാഷസ് ഓഫ് ഹീറ്റ്. ഈ കോൾഡും ഫ്ലാഷസ് ഓഫ് ഹീറ്റും ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നു. അതൊക്കെ സൾഫറിൻ്റെ ഇൻഡിക്കേഷനാണ്. ഐ ഹാവ് ഓഫൺ ഹേർഡ് ദം സേ ദർ ഇസ് എ ഗ്രേറ്റ് ലോഡ് ഇൻ ദർ ഡോക്ടർ, ഐ കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. വല്ലാതൊരു ഭാരം നിൽക്കുന്നു, അതിനെനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ക്ലോസ് എക്സാമിനേഷൻ യു ഫൈൻഡ് there is hepatization, and now comes the time for such remedies as phosphorus, lycopodium and sulfur. And sulfur leads in the body. അപ്പോൾ ഹെപ്പറ്റൈസേഷൻ, ഒരു സോൾഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ രോഗി പറയുന്നത്, ഡോക്ടറെ ഒരു ഭാരം തങ്ങി നിൽക്കുന്നു, എന്തോ ഒന്ന് പോകാതെ നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ്? ഫോസ്ഫറസ്, ലൈക്കോപോഡിയം, സൾഫർ. ന്യൂമോണിയയെ തുടർന്നുണ്ടാകുന്ന ഇൻഫിൽട്രേഷനെ തുടർന്നുണ്ടാകുന്ന ഹെപ്പറ്റൈസേഷനിൽ, സോൾഡിഫിക്കേഷനിൽ ലൈക്കോപോഡിയം, ഫോസ്ഫറസ്, സൾഫർ, ഈ മൂന്ന് ഔഷധങ്ങളിലും നായകസ്ഥാനത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് സൾഫറാണ്. When bryonia has been sufficient for the earlier symptoms, or when aconite has cleared them up, there has been too much for these remedies to relieve, then hepatization comes out. അപ്പോൾ ബ്രയോണിയോ അല്ലെങ്കിൽ അക്കോണൈറ്റോ ആ ഒരു ഏർലി സ്റ്റേജസിനെ കവർ ചെയ്തു, സുഖപ്പെടുത്തി. ഇനി അതിന് പറ്റുന്നില്ല, അവയ്ക്ക് പറ്റാതെ അതിൻ്റെ കൊക്കിലൊന്നിങ്ങനെ അപ്പുറമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ബ്രയോണിക്കും അക്കോണൈറ്റിനും റിലീവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഈ ഹെപ്പറ്റൈസേഷൻ വരുന്നത്. ഇഫ് ദിസ് ഈസ് കൺഫൈൻഡ് ടു ഓൺലി എ സ്മോൾ ഏരിയ, ഇറ്റ് വിൽ കീപ്പ് അപ്പ് ക്വൈറ്റ് എ ക്രോണിക് കോഴ്സ്, ബട്ട് സൾഫർ വിൽ ക്ലിയർ ഇറ്റ് അപ്പ്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഈ ഹെപ്പറ്റൈസേഷൻ തങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ക്രോണിക് കോഴ്സിലേക്ക് പോകും. പക്ഷേ സൾഫർ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇഫ് ഹവർ ഇറ്റ് ഇസ് എ ഡബിൾ ന്യൂമോണിയ or the hepatization involves a considerable portion of the lung and the remedy given has not been sufficient and the case is advancing towards a fatal issue, it may be that all at once 2 or 3 o'clock in the morning he begins to sink, his nose becomes pinched, his lips are drawn, he takes on a Hippocratic countenance, he is covered with cold sweat, he is too feeble in every part of his body to move,
ഹി ഓൺലി മൂവ്സ് ഹിസ് ഹെഡ് എ ലിറ്റിൽ ഇൻ എ റെസ്റ്റ്ലെസ് മാനർ. അപ്പോൾ ഒരു ലോക്കൽ ആയിട്ട് മാത്രം ഹെപ്പറ്റൈസേഷൻ അല്ല, ഒരു ലങ് മുഴുവൻ ഇൻവോൾവായി. രാത്രി 1 മണി 2 മണിക്ക് ആകുമ്പോഴേക്കും ഒരു ആഴ്സനിക്ക് സമാനമായൊരവസ്ഥ, ആകെ മരവിച്ച് കിടക്കുന്നു. അയാൾ തല മാത്രം അയാൾക്ക് അനക്കാൻ പറ്റും. ഒരു ഹിപ്പോക്രാറ്റിക് കോണ്ടൻസ്, ഒരു മൗഢ്യമുള്ള മുഖം, ഒരു വിഡ്ഢിയുടെ ഒരു മുഖം, തല മാത്രം ഇങ്ങനെ ഒരു റെസ്റ്റ്ലെസ്നെസ് രീതിയിൽ നടക്കുന്നുണ്ട്. കോൾഡ് സ്വെറ്റ്, മൊത്തം കോൾഡ് സ്വെറ്റ്, എല്ലാം ഫീബിൾ, എല്ലാ ബോഡി പാർട്സും ഫീബിളായിരിക്കുന്ന അവസ്ഥ. അൺലെസ് യു ആർ കോൾഡ് അറ്റ് വൺസ് ആൻഡ് ഗിവ് ഹിം എ ഡോസ് ഓഫ് ആർസനിക്കം ഹി വിൽ ഡൈ. ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആർസനിക്കമാണ്. ആർസനിക്കം കൊടുത്തില്ലെങ്കിൽ അയാൾ മരിക്കും. മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വന്നിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം അയാൾക്കൊരു ആർസനിക്കം കൊടുത്തില്ലെങ്കിൽ അയാൾ മരിക്കും. നമ്മൾ നേരത്തെ ഈ സീരീസിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ഒരു കഡാവറിക് കണ്ടീഷൻ. Give the arsenicum and you have done well, but arsenicum has no ability to remove the results of inflammation. പക്ഷേ ആ ഇൻഫ്ലമേഷൻ്റെ റിസൾട്ട്സിനെ ഹീൽ ചെയ്യാൻ ആർസനിക്കം പറ്റുന്നില്ല. ഒരു ഇമ്മീഡിയറ്റ് ത്രട്ട്, ഒരു ലൂമിങ് ഡെത്തിനെ ഒഴിവാക്കാൻ പറ്റും, ആർസനിക്ക് തന്നെ കൊടുക്കണം. പക്ഷേ ഇൻഫ്ലമേഷൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ മറികടക്കാൻ ആർസനിക്ക് പറ്റില്ല. ബട്ട് ദോ ഇറ്റ് കനോട്ട് ക്യൂർ ദാറ്റ് ഹെപ്പറ്റൈസ്ഡ് ലങ്, ഇറ്റ് ആക്ട് ആസ് എ വൈറ്റൽ സ്റ്റിമുലൻറ്റ്. അപ്പോൾ ഹെപ്പറ്റൈസ്ഡ് ലങ്ങിനെ ഹീൽ ചെയ്യാൻ സൾഫറിന് പറ്റില്ലെങ്കിലും ഒരു വൈറ്റൽ സ്റ്റിമുലൻ്റായിട്ട് ആർസനിക്ക് ആക്ട് ചെയ്യും. ഇറ്റ് വാംസ് അപ്പ് ദ പേഷ്യൻ്റ് ആൻഡ് മേക്സ് ഹിം ഫീൽ ഹീസ് ഗോയിങ് ടു ഗെറ്റ് ബെറ്റർ. അപ്പോൾ തണുത്ത് മരവിച്ചിരിക്കുന്നത് ഒരു പേഷ്യൻറ്റിനെ വാമപ്പ് ചെയ്യും, ആർസനിക്ക് വാമപ്പ് ചെയ്യും. താൻ സുഖപ്പെടും, താൻ മരിക്കാൻ പോവുകയില്ല, താൻ സുഖപ്പെടും എന്നുള്ളൊരു തോന്നൽ പേഷ്യൻ്റിനുണ്ടാകും ആർസനിക്ക്. ബട്ട് മാർക്ക് ദിസ്, പക്ഷെ ശ്രദ്ധിച്ചുകൊള്ളുക, ഇൻ 24 hours ഹി വിൽ ഡൈ. ഒരു സുഖപ്പെടുന്ന തോന്നൽ ഉണ്ടാക്കുന്നതിൽ ആർസനിക്ക് വിജയിച്ചുവെങ്കിലും മാർക്ക് ദിസ്, ശ്രദ്ധിച്ചുകൊള്ളാൻ കെൻ്റ് പറയുന്നത് 24 മണിക്കൂർ അയാൾ മരിക്കും. കാരണം ആ സൗഖ്യം ശാശ്വതമല്ല. എങ്ങനെയാണ്? അൺലെസ് യു ഫോളോ ദ ആർസനിക്കം വിത്ത് ദ പ്രോപ്പർ റെമഡി. അനുയോജ്യമായൊരു ഔഷധം ആർസനിക്കിന് പിന്നാലെ കൊടുത്തില്ലെങ്കിൽ 24 മണിക്കൂറോളം രോഗി മരിക്കും. യു മസ്റ്റ് നോട്ട് വെയിറ്റ് ഓൺ യുവർ റെമഡി ടു ലോങ് ഇൻ ദീസ് കേസസ്. ഇത്തരം കണ്ടീഷനിൽ നിങ്ങൾ മരുന്ന് കണ്ടെത്തുന്നതിൽ നിങ്ങൾ അധികം വൈകരുത്. ജസ്റ്റ് ആസ് സൂൺ ആസ് ഹി റാലീസ് ആൻഡ് ദ റിയാക്ഷൻ ഈസ് അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പിച്ച്, ഗിവ് ഹിം ദ ആൻറ്റിഡോട്ട് ആൻഡ് നാച്ചുറൽ ഫോളോ ഓവർ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ റിയാക്ഷൻ ഇങ്ങനെ ഒരു ഹയസ്റ്റ് പിച്ചിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ആർസനിക്കിനെ ആൻറ്റിഡോട്ട് ചെയ്യുകയും ഫോളോ ചെയ്യുന്ന ഔഷധം കൊടുക്കുക. ആർസനിക്കിൻ്റെ നാച്ചുറൽ ആൻറ്റിഡോട്ടും നാച്ചുറൽ ഫോളോവറും കൊടുക്കണം. അതെന്താണെന്ന് പറയുന്നത്, ദിസ് നാച്ചുറൽ ഫോളോവർ ഓഫ് ആർസനിക്കം ദാറ്റ് ഈസ് സൾഫർ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു വല്ലാതൊരു മാരകമായ അവസ്ഥയിൽ മരണം അടുത്തു നിന്ന് തോന്നുന്ന അവസ്ഥയിൽ ആർസനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യും, ആർസനിക്ക് കൊടുത്തിരിക്കണം. പക്ഷേ ആർസനിക്കിൽ നിർത്തിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം മരിക്കും. ആർസനിക്കിൻ്റെ പ്രവർത്തനം ഇങ്ങനെ അതിൻ്റെ ഒരു പരകോടിയിൽ നിൽക്കുമ്പോൾ അതിനെ ആൻറ്റിഡോട്ട് ചെയ്യുകയും അതിനെ ഫോളോയും ചെയ്യുന്നൊരു ഔഷധം കൊടുക്കണം. ആ ഔഷധമാണ് സൾഫർ. ആൻഡ് ഇൻ 24 hours ദ പേഷ്യൻ്റ് വിൽ സേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ. കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറോളം രോഗി ഓഴ്സായിക മരിക്കുകയാണ് ചെയ്യുന്നത്. രോഗി പറയും, ഞാൻ സുഖപ്പെട്ടു, എനിക്കിപ്പോൾ കൊള്ളാം, എനിക്കിപ്പോൾ സുഖമുണ്ട് എന്ന് പറയും. ആസ് ഷുവർ ആസ് യു എക്സിസ്റ്റ് ടുഡേ ഇറ്റ് വിൽ ഡു ജസ്റ്റ് ദാറ്റ് തിങ്. അപ്പോൾ നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അസ്തിത്വം പോലെ ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ വാസ്തവമാണ് ഈ ഒരു ആർസനിക്കത്തിൻ്റെ കണ്ടീഷനിൽ ആർസനിക്കത്തിൻ്റെ പിന്നാലെ സൾഫർ കൊടുത്താൽ അയാൾ സുഖപ്പെടുന്നുള്ള കാര്യം അത്രക്കും ഡാം ഷുവർ. അതാണ് കണ്ടു പറയുന്നത്. There are times when you will see clearly that phosphorus is the medicine to follow arsenic method. ചില കാര്യങ്ങളിൽ ഫോസ്ഫറസ് ഫോളോ ചെയ്യുന്ന കാര്യം വളരെ ക്ലിയർ ആയിരിക്കും. ഫോസ്ഫറസിൻ്റെ ക്ലിയർ സിംറ്റംസ് നിങ്ങൾ കാണും. If such a patient rallying under arsenicum goes into a fever, if a hot fever comes on with burning thirst and he cannot get enough ice cold water,
you must follow it with phosphorus and it will do in that case what sulfur do in the other. ഉണ്ടോ? അപ്പോൾ സൾഫറിന് ബദലായിട്ടൊരവസ്ഥ ഫോസ്ഫറസ് എപ്പോഴാണ്? വല്ലാത്ത ബേണിങ് തേഴ്സ്റ്റും. പക്ഷേ ഐസ് കോൾഡ് വാട്ടർ അയാൾക്ക് എത്ര കുടിച്ചാലും മതിയാവില്ല. ബേണിങ് തേഴ്സ്റ്റ് ഉണ്ട്, ഐസ് കോൾഡ് വാട്ടർ കുടിക്കണം, ആ കുടിച്ചാലും അയാൾക്ക് റിലീഫില്ല. അത് ഫോസ്ഫറസിൻ്റെ ഒരു ടിപ്പിക്കൽ കണ്ടീഷനാണ്. പിന്നീട് ഫോസ്ഫറസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പഠിക്കാം. തണുത്ത വെള്ളം ഉള്ളിൽ ചെന്ന് ചൂടാകുമ്പോൾ തന്നെ ഛർദ്ദിക്കും എന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആർസനിക്കിൻ്റെ പിന്നാലെ സൾഫർ ഡെഫിനറ്റായിട്ട് വരാം. പക്ഷേ ഫോസ്ഫറസിൻ്റെ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള സിംറ്റം ഉണ്ടെങ്കിൽ ഫോസ്ഫറസ് കൊടുക്കണം. ഫോസ്ഫറസാണ് അവിടെ ആർസനിക്കിനെ ഫോളോ ചെയ്യുന്നത്. അത് രോഗിയെ മരണത്തിന് രക്ഷിക്കും. കണ്ടോ, ഇത്ര മനോഹരമായിട്ടാണ് കെൻഡ് ഒരു റെമഡിയെ കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സൾഫറിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ആർസനിക്കിനെ കുറിച്ച് പഠിച്ചു തരാൻ നിങ്ങൾക്ക് റീഅഷ്വർ ചെയ്യാൻ പറ്റും. ഡൽക്കമറ, തുജ, ഇത്ര ഔഷധങ്ങളാണ്. നാട്രൻ സൾഫ്, ഇപ്പോൾ ഇതാ ഫോസ്ഫറസ് ഒക്കെ വരുന്നു. ഇങ്ങനെ വേണം മെറ്റീരിയൽ പഠിക്കാൻ, വാസ്തവത്തിൽ പഠിക്കാൻ. ഇങ്ങനെ കമ്പയർ ചെയ്യണം. ഒരു വെബ് പോലെ, വളരെ ക്ലോസ്ലി നിറ്റ് വെബ് പോലെ ആണ് നമ്മളെ മെറ്റീരിയൽ പഠിക്കുക. അത് ഇങ്ങനെ ഒന്നിൻ്റെ ക്രോണിക്ക് മറ്റത്, ഒന്നിൻ്റെ അക്യൂട്ട് മറ്റത്, ഒന്നിൻ്റെ ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ വളരെ സിമെട്രിക്കായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കുറേ കാലം ഇങ്ങനെ പഠിച്ച് വളരെ വെൽ സ്റ്റഡി ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ, എനിക്ക് ചില സുഹൃത്തുക്കൾ അറിയാം, പഠിക്കുന്ന കാലം മുതൽ കെൻഡിൻ്റെ മെറ്റീരിയൽ മേടിക്കുക ഫോളോ ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ എനിക്കറിയാം. അവർക്ക് 19 വർഷത്തെ പ്രാക്ടീസായി. വളരെ ക്ലിയർ ആയിട്ട് ഓരോ ഇത് കാണുമ്പോഴേക്കും ഇത് അല്ലെങ്കിൽ മറ്റേത് നമ്മൾ കൃത്യമായിട്ട് പറയും. അവർക്ക് ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്താ? ഞാൻ പരസ്പരം കമ്പയർ ചെയ്തിട്ടുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി. ഈ കമ്പാരിറ്റീവ് സ്റ്റഡി എല്ലാ വിഷയങ്ങളും വരും. ലിറ്ററേച്ചറിലും ഫിസിക്സിലും ഒക്കെ അത് വരും, കമ്പാരിറ്റീവ് സ്റ്റഡി വരും. ഈ ഹോമിയോപ്പതിയിൽ ആ കമ്പാരിറ്റീവ് സ്റ്റഡി കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ പറ്റും. മരിച്ചു പോകുമായിരുന്നു അല്ലെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയിലാകുമായിരുന്നു ഒരുപാട് രോഗികളെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ സൾഫറിൻ്റെ ഈ പഠനം ഈ 12ാമത്തെ എപ്പിസോഡിൽ പൂർത്തിയാവുകയാണ്. നമ്മൾ തുടർന്ന് അടുത്ത എപ്പിസോഡിൽ 55ാമത്തെ എപ്പിസോഡിൽ നമ്മൾ തുജയെക്കുറിച്ചുള്ള പഠനം തുടങ്ങും. തുജയെക്കുറിച്ച് ചില സൂചനകൾ നമ്മളിവിടെ കണ്ടു. സൾഫർ ആൻറ്റിസോറിക് റെമഡീസിൻ്റെ ലിസ്റ്റിൽ മേലിൽ നിൽക്കുന്ന പോലെ ആൻറ്റിസൈക്കോട്ടിക് റെമഡീസിൻ്റെ ലിസ്റ്റിൽ മേലിൽ നിൽക്കുന്ന തുജയാണ്. അതുപോലെ ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു ഭീഷണിയായിട്ടുള്ള ഈ കോവിഡ് വാക്സിനേഷൻ്റെ ആൻറ്റി എഫക്ട്സ്, അതിനെക്കുറിച്ച് വ്യാപകമായി ചർച്ച ചെയ്ത് തുടങ്ങിയാണ്. പല വാക്സിൻ നിർമ്മാതാക്കൾ പോലും തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ വാക്സിനേഷൻ്റെ ഒരു ജനറൽ ആൻറ്റിഡോട്ടായ തുജ പല ഔഷധങ്ങളുണ്ട്. സൾഫറിനെ കുറിച്ച് നേരത്തെ നമ്മൾ കേട്ടു. തുജയെക്കുറിച്ച് വളരെ ഡെഫിനറ്റായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സൾഫറിൻ്റെ പിന്നാലെ തുജയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടർന്നു കൊണ്ടുപോകാം. 54 എപ്പിസോഡുകൾ കഴിഞ്ഞു. 55ാമത്തെ എപ്പിസോഡിൽ നമുക്ക് തുജയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.